ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു നഴ്സിംഗ് ഓഫീസറിന്റെ സാക്ഷ്യം ഇന്ന് ആദ്യം തന്നെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എന്റെ പേര് ഗ്രേസ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഇവിടെ ധ്യാനത്തിന് വരുമ്പോൾ ഞാനൊരു അപകടത്തിൽപ്പെട്ട് എന്റെ ഇടത് കൈയുടെ മുട്ട് അനക്കാൻ മേലാതെ ഓപ്പറേഷൻ കഴിഞ്ഞ് നിവരില്ലായിരുന്നു. ഇടത് കൈ ഈ എന്താ പറ്റിയ കാണിച്ച് കൈ ഒന്ന് കാണിച്ച് ഈ കൈ നോക്കിയേ. ഈ കൈ അപകടത്തിൽപ്പെട്ട് തകർന്ന് പരിപൂർണമായും തകർന്ന് അനക്കാം അങ്ങനെ ഫുള്ളായിട്ട് നിവർത്താൻ പറ്റാതെ ഏതുവരെ നിവരുമായിരുന്നു? ഇവിടം വരെ നിവരുള്ളായിരുന്നു. ഇങ്ങനെ കൈ നിൽക്കും ആ അവസ്ഥയായിരുന്നു. എന്നിട്ടോ ഞായറാഴ്ച ധ്യാനം തുടങ്ങി. തിങ്കളാഴ്ച ഈവനിങ്ങില് അച്ഛൻ അൾത്താരയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇനി നമ്മുടെ ആരാധനയുടെ സമയമാണ്, എല്ലാവരും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഞാനും ആ സമയത്ത് അച്ഛൻ അരുളിക്കായിൽ എന്റെ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച സമയത്ത് കണ്ണുനീരോടെ ഞാനും പ്രാർത്ഥിച്ചു. ധ്യാനത്തിന്റെ 2ാം ദിവസം തിങ്കളാഴ്ച വൈകുന്നേരം ദൈവജനം ഒരുമിച്ച് ആരാധനയുടെ സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയമുണ്ട്. അപ്പോൾ അച്ഛൻ സ്റ്റേജിൽ നിന്ന് അനൗൺസ് ചെയ്തു, ദൈവമക്കളെ ഇപ്പോൾ ആൾത്താരയുടെ മുമ്പിൽ ആരാധനയുടെ മുമ്പിൽ ദിവ്യകാരൻ ഈശോ എഴുന്നള്ളിച്ചേക്കും, എല്ലാവരും കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ അനഘപരാധ കയ്യുമായി ഈ സഹോദരി യേശുവേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ യേശുവേ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയേണമേ എന്ന് ഞാൻ ഈ കൈ മേലെ പൊക്കി കണ്ണുനീരോടെ പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. എന്റെ ഈശോ എനിക്ക് സൗഖ്യം തന്നത് ഞാൻ അറിയുന്നത് ഡൈനിങ് ഹാളില് ചോറുണ്ണാൻ ചെല്ലുമ്പോൾ ചൂടുവെള്ളമാണ് അവിടെ കുടിക്കാൻ തന്നത്. ചൂടുവെള്ളം എനിക്ക് ഒറ്റ കൈ കൊണ്ട് എടുക്കാൻ മേലാത്തോണ്ട് ഞാൻ വലത് കൈയിലോട്ട് സപ്പോർട്ട് ചെയ്യുമ്പോ എന്റെ കൈ പെട്ടെന്ന് എന്റെ വായുടെ അടുത്തോട്ട് വന്നു. നേരത്തെ കൈ ഇങ്ങനെ ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ വെള്ളം എടുക്കാൻ ഗ്ലാസ്സിലെ വെള്ളം എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ബുദ്ധിമുട്ടായിരുന്നു അച്ഛാ. നേരത്തെ അങ്ങനെ എന്നിട്ട് അങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് എന്ത് ചെയ്യും? ബുദ്ധിമുട്ടുള്ളപ്പോ എന്റെ ഹസ്ബൻഡോ എന്റെ പിള്ളേരോ എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ആരുമില്ലെങ്കിൽ ഞാൻ വലത് കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് വലത് കൈ കൊണ്ട് ഇടത് കൈ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ മുടി കെട്ടാനാണെങ്കിലും ഞാൻ കൈ മേലെ എടുത്ത് കൊണ്ടുപോയിട്ട് വെച്ചിട്ട് വേണമായിരുന്നു മുടി കെട്ടാൻ. വലത് കൈ കൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. വെള്ളം കുടിക്കാനാണെങ്കിലും മുടി കെട്ടാനാണെങ്കിലും എല്ലാം ഈ വലത് കൈ കൊണ്ട് ഇടത് കൈനെ ഇങ്ങനെ കൊണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡോ മക്കളോ സഹായിക്കും. അങ്ങനെയായിരുന്നു ഇവിടെ തിങ്കളാഴ്ച ആരാധനയ്ക്ക് കൂടുന്നത് വരെ ഈ സഹോദരിയുടെ സ്ഥിതി. എന്നിട്ട് ആരാധനയുടെ സമയത്ത് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഇതാ കർത്താവിന്റെ അത്ഭുത ശക്തി ശരീരത്തിലേക്ക് വന്നു. എന്നിട്ട് ഡൈനിങ് ഹാളിൽ ഭക്ഷണത്തിന് വന്നപ്പോൾ വെള്ളം എടുക്കുന്ന സമയത്ത് നേരെ കൈ ശരിക്കും സാധാരണ ആരോഗ്യമുള്ളവരെ പോലെ നേരെ ചുണ്ടിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ അല്ലെ എന്തുണ്ടായത്? ഭക്ഷണശാല എന്തുണ്ടായത്? ഭക്ഷണശാലയിൽ കാരണം ചൂടുവെള്ളം ആയതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൈ വലത് കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഗ്ലാസ് എടുക്കുമ്പോൾ പെട്ടെന്ന് എന്റെ കൈ മേലേക്ക് വരുന്നത് ഞാൻ കണ്ടു. പെട്ടെന്ന് ഞാൻ ഓർത്തു എന്റെ കൈ ദൈവം സുഖപ്പെടുത്തി. പക്ഷെ എന്നിട്ടും എനിക്കൊരു വിശ്വാസക്കുറവ്, കാരണം ചൂടുവെള്ളം ആയതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്ത് ആരുടെയെങ്കിലും അടുത്ത് ദേഹത്ത് വീഴല്ലോ. അവിടുന്ന് നെക്സ്റ്റ് ഡേയിൽ ഞാൻ ആരാധനയുടെ സമയത്ത് പിന്നെ റൂമിൽ പോയി ഞാൻ കൈ നോക്കുമ്പോ എന്റെ കൈ മടക്കാൻ പറ്റുന്നു. ഒരു പ്രോബ്ലം ഇല്ലാതെ എന്റെ ദൈവം എന്റെ കൈ സുഖപ്പെടുത്തി. മടക്കാൻ പറ്റില്ലായിരുന്നു വെച്ചാൽ എന്റെ കൈ ഇവിടം വരെയേ പൊങ്ങുകൊള്ളായിരുന്നു. ഇതേമാതിരി കൈ ഇങ്ങനെ സ്റ്റിഫായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയായിരുന്നു. എന്നാൽ ആ ആരാധന സമയത്ത് കർത്താവ് ഇപ്പൊ കൈ ശരിക്കും മടക്കി കാണിച്ച് കൈ മടക്കാനും നിവർത്താനും ഈ അനായാസം മടക്കാനും നിവർത്താനും പറ്റുന്ന അത്ഭുത സൗഖ്യം കൊടുത്ത കാരണം. ഇത് എങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങനെ ആക്സിഡന്റ് എന്താണെന്ന് പറഞ്ഞു? എന്താ ആക്സിഡന്റ് ആയിരുന്നു? 2 വർഷമായി ഞങ്ങൾ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന സമയത്ത് കൃഷ്ണഗിരിയിൽ വെച്ച് ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന കാറും ഒരു ലോറിയുമായിട്ട് കൂട്ടിയിടിച്ച് എന്റെ കൈ തരിപ്പണമായി ഞങ്ങൾ സിവിൽ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടുന്ന് ഫസ്റ്റ് എയ്ഡ് എടുത്തു. അതിനുശേഷം ഞാൻ ആർമിയിലെ നഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുവാണ്. ജോലി ആർമിയിലെ നഴ്സിംഗ് ഓഫീസർ ആയിരുന്നു അല്ലേ? അതെ അച്ഛാ. ഇപ്പോഴും അങ്ങനെ തന്നെ? ഇല്ല, ഞാൻ മാർച്ച് 31 VRS എടുത്തു, കാരണം എന്റെ കൈയുടെ പ്രോബ്ലം ഉള്ളത്. അപ്പോൾ ഈ അപകടം നടക്കുന്ന സമയത്ത് ആർമിയിലെ നഴ്സിംഗ് ഓഫീസർ ആയിരിക്കുന്ന സമയത്താണ് ഈ അപകടം. 2 വർഷം മുമ്പ്. ഈ 2 വർഷക്കാലം എന്നിട്ട് ഈ കൈ ഇങ്ങനെ ചികിത്സ എല്ലാം കഴിഞ്ഞെങ്കിലും ഈ കൈ ഇതേമാതിരി ഇരിക്കുകയായിരുന്നു. അതാണ് തിങ്കളാഴ്ചത്തെ ആരാധനയുടെ സമയത്ത് അത്ഭുതകരമായ അങ്ങോട്ട് സൗഖ്യം പ്രാപിച്ചത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാധന മുമ്പിൽ കരഞ്ഞ് ദൈവത്തെ ആരാധിച്ചപ്പോൾ, സ്തുതിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ അത്ഭുത ശക്തി ആ ദൈവ പൈതലിന്റെ മേൽ വ്യാപരിച്ച് ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനത്തിന് വേണ്ടി സഖിയോന്റെ അൾത്താരയ്ക്ക് മുമ്പിൽ ആയിരുന്നാൽ എങ്ങനെയാണോ
അതേപോലെ വലിയ തീഷ്ണതയോടുകൂടെ ഈ ആരാധനയുടെ സമയത്ത്, ഈ സ്തുതിപ്പിന്റെ സമയത്ത് കൈയടിച്ച് പാട്ടുപാടി തുള്ളിച്ചാടി കർത്താവിനെ ആരാധിക്കാം. ആരാധിക്കുന്ന സമൂഹത്തോട് നമുക്ക് ചേരാം. 2 കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന കരങ്ങളടിച്ച് ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന കൈയടിച്ച് ആരാധിക്കുന്നു. പ്രദോഷത്തിലും പിതാവിന് ആരാധന ഉയർത്തടിച്ച് ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന ദൈവപിതാവേ അങ്ങേ ആരാധിക്കുന്നു ദൈവനാഥനെ അങ്ങേ ആരാധിക്കുന്നു ദൈവപിതാവേ അങ്ങേ ആരാധിക്കുന്നു ദൈവനാഥനെ അങ്ങേ ആരാധിക്കുന്നു സർവപാലക അങ്ങേ ആരാധിക്കുന്നു സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു സർവപാലക അങ്ങേ ആരാധിക്കുന്നു സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും യേശുവിനാരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും യേശുവിനാരാധന ആരാധന ആരാധന അഭിഷേകം വ്യാപരിക്കട്ടെ. ആരാധന കുടുംബങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ. സമൂഹങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ. ഓരോ മകനും മകൾ അഭിഷേകം പ്രാപിക്കട്ടെ. ക്ഷീണങ്ങൾ മാറിപ്പോകട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. രോഗക്കെട്ടുകൾ അഴിയട്ടെ. വൈരാഗ്യ വെറുപ്പ് വിട്ടുപോകട്ടെ. കുടുംബപരമായ തിന്മകൾ മാറിപ്പോകട്ടെ. കലകളോഷം വിട്ടുപോകട്ടെ. മദ്യപാനം മാറിപ്പോകട്ടെ. എല്ലാ വഴക്കും വയ്യാവലും വിട്ടുപോകട്ടെ. കൃപാവരം നിറയട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്വരം ഉയർത്തി ആരാധിക്കട്ടെ. ഓ യേശുവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, പിതാവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് പേര് ചൊല്ലി വിളിച്ചിട്ടുള്ള ഈ ദാസീദാസന്മാരുടെ മേൽ അങ്ങയെ ആരാധിക്കുന്ന ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. അങ്ങയെ സ്നേഹിക്കുന്ന ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. അങ്ങയെ വിശ്വസിക്കാൻ സഹായിക്കുന്ന ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇന്ന് നാം ചിന്തിക്കുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന്റെ ശക്തിയെക്കുറിച്ചാണ്. അനേക നൂറ്റാണ്ടുകളായി സഭയിലുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനാ രീതിയാണ് വിശ്വാസ പ്രമാണം ചൊല്ലി തിന്മയെ ബന്ധിക്കുക, വിശ്വാസ പ്രമാണം ചൊല്ലി രോഗത്തെ ശാസിക്കുക, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രതികൂലത്തിൽ വിജയം നേടുക. എന്നാൽ ഈ തലമുറയിൽപ്പെട്ട മക്കൾക്ക് അതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഈ വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് കർത്താവ് നൽകിയ ബോധ്യം അനുസരിച്ച് അനേക കുടുംബങ്ങളിൽ ഇതിന്റെ വലിയ അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. ഇതാ ഒരു ദൈവഭയത്തിന്റെ അനുഭവം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞങ്ങൾ വരുന്നത് മൂവാറ്റുപുഴ വാഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ്. ഞങ്ങളുടെ വിവാഹം ഈ വരുന്ന നവംബർ ആകുമ്പോൾ 5 വർഷം തികയും. കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്ന് 3 വർഷത്തിനുള്ളിൽ 3 പ്രാവശ്യം അബോർഷനായി പോയി. ഇവർ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി ഇവര് മക്കളില്ലാതെ ക്ലേശിക്കുകയാണ്. അപ്പോൾ 3 തവണ മിസ്കാരേജ് ആയി പോയി. അബോർഷനായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡോക്ടറെ സമീപിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫുൾ ചെക്കപ്പ് നടത്താം,
അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ വൈഫിൻ്റെ ബ്ലഡിൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻഫെക്ഷൻ ആണെങ്കിൽ പ്രഗ്നൻസി ഫുള്ള് ആവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേറൊരു ഡോക്ടറെ സമീപിച്ചു. ആ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇതിൽ മരുന്ന് കൊണ്ട് മാറ്റാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ചികിത്സ തുടങ്ങി. ഒരാഴ്ചയിൽ 2000-3000 രൂപയുടെ മരുന്ന് ആണ് തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അതും 3 മാസമായപ്പോൾ അതും അബോർഷനായി പോയി. അങ്ങനെ ഞങ്ങൾ ആകപ്പാടെ തകർന്നു നിന്ന സമയത്താണ് ആഴ്ചയിൽ 2000-3000 രൂപയുടെ മരുന്ന് കഴിക്കുന്ന സ്ഥിതിയിലേക്ക് ഇവരുടെ ജീവിതം നീങ്ങുകയാണ്. എന്നിട്ട് ഇവർക്ക് കുഞ്ഞിനെ ലഭിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇവരെ വേദനിച്ചിരുന്നത്. അങ്ങനെ അട്ടപ്പാടിയിൽ ഇവിടെ സെയ്യോനിൽ ആദ്യ വെള്ളിയാഴ്ച ധ്യാനത്തിന് വന്നു. അങ്ങനെ 5 മാസം നിയോഗം വെച്ചാണ് ധ്യാനത്തിന് വന്നത്. 5 മാസം വന്നിട്ടും ഒന്നും ആയില്ല. അങ്ങനെ 6ാമത്തെ ഒരു മാസം കൂടെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം കൂടി വന്നു. അങ്ങനെ ഇവിടെ വന്നിരുന്ന് ഞാൻ ധ്യാനത്തിനിടയ്ക്കിരുന്ന് പയ്യെ ഒന്ന് മയങ്ങിപ്പോയി. അപ്പോൾ ഒരു ആൾ പറഞ്ഞു, ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് 22 എത്രയും ദയുള്ള മാതാവും 22 വിശ്വാസ പ്രമാണവും ചെല്ലിയവരുമായിട്ട് ആഗ്രഹം സാധിച്ചു. അങ്ങനെ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഈ പ്രാർത്ഥന നീ ചെല്ല്. അങ്ങനെ ഞാനും വീട്ടിൽ പോയി ആ പ്രാർത്ഥന ചെല്ലി. എന്താ ചെല്ലി? 22 എത്രയും ദയുള്ള മാതാവും 22 വിശ്വാസ പ്രമാണം. അപ്പോ ഈ ചേട്ടൻ ഇങ്ങനെ 6ാമത്തെ തവണ ദൈവത്തിന്റെ വചനം കേട്ട് മയങ്ങി അല്പം നേരം മയങ്ങിയിരിക്കുന്ന സമയത്ത് സ്റ്റേജിൽ ഒരാൾ സാക്ഷ്യം പറയണത് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് വന്നു. സാക്ഷ്യം പറയുന്ന വ്യക്തി പറഞ്ഞ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കഠിനമായ പ്രതികൂല പ്രയാസം വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം വചനം കേട്ട് അദ്ദേഹത്തിന് കിട്ടിയ ബോധ്യം അനുസരിച്ച് 22 തവണ വിശ്വാസ പ്രമാണവും 22 തവണ എത്രയും ദയുള്ള മാതാവ് എന്ന ജപം ചൊല്ലി ഡെയിലി കാഴ്ചവെച്ച് അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയുടെ ഫലമായി കെട്ടുകൾ അഴിഞ്ഞ് അത്ഭുതങ്ങൾ നടന്നതിനെ കുറിച്ച് സ്റ്റേജിൽ ഒരു സാക്ഷ്യം കേട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചന ശുശ്രൂഷയുടെ ഇടയിൽ സാക്ഷ്യപ്പെടുത്തുന്ന ശുശ്രൂഷയ്ക്ക് വിലയുണ്ട്. ഈ സഹോദരൻ 5 മാസം അന്ന് പ്രാർത്ഥിച്ച് അറിയാവുന്ന പോലെ എല്ലാം ചെയ്തു. പക്ഷേ എപ്പോഴാണ് ദൈവം ഇടപെട്ടെന്ന് ചിന്തിച്ചു നോക്കിക്കേ. 6ാമത്തെ തവണ ഒരു പൈതല് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഈ സഹോദരന്റെ ഉള്ളിൽ സംസാരിക്കാൻ തുടങ്ങി. നീയും ഇതുപോലെ ചെയ്യുക, നീയും ഇതുപോലെ ചെയ്യുക. അങ്ങനെ ഈ സഹോദരൻ സ്വീകരിച്ച് എന്നിട്ടോ ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി പ്രാർത്ഥന ചൊല്ലി. ആ മാസം തന്നെ പ്രഗ്നൻ്റ് ആയി. അതിനുശേഷം ഞാൻ മുടക്കാതെ എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും ഞാനിവിടെ വന്നു. കുട്ടി ആദ്യ വെള്ളിയാഴ്ചയ്ക്ക് തലേദിവസം വ്യാഴാഴ്ചയാണ് കുട്ടി ഉണ്ടാവണേ. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടിയുടെ മലദ്വാരം ക്ലിയർ അല്ല എന്ന് പറഞ്ഞു. നല്ലൊരു സർജറി വേണ്ടി വരും, വലിയൊരു സർജറി വേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സെയ്യോനിലേക്ക് ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പ്രത്യേകം ആദ്യ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് വേണ്ടി സ്റ്റേജിൽ പ്രത്യേകം പ്രാർത്ഥിച്ചു. പ്രത്യേകം ഈ കുടുംബത്തിന്റെ മേൽ ഇടപെടണമേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ സഭ സമ്മേളിച്ചപ്പോൾ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായി ചെറിയൊരു സർജറി മാത്രമേ വേണ്ടി വന്നുള്ളൂ. അങ്ങനെ അവിടെ ഞാൻ ICUവിൽ ഇരുന്ന സമയത്ത് വേറെ രണ്ട് കുടുംബങ്ങളിലെ കുട്ടികളും ICUവിൽ വെന്റിലേറ്ററിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ പ്രാർത്ഥന ഞാൻ അവരോട് പറഞ്ഞു. അവരും ആ പ്രാർത്ഥന ചൊല്ലിയതിൻ്റെ ഫലമായി പിറ്റേ ദിവസം തന്നെ അവർ 2 കുട്ടികളെയും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി അവർക്ക് കർത്താവ് സൗഖ്യങ്ങൾ കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിന്തിച്ചു നോക്കിയേ, ഇവർക്ക് 5 വർഷമായി കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഉണ്ടാകുന്ന കുട്ടികൾ മിസ്കാരേജ് ആയി പോവുക. ആഴ്ച 2000-3000 രൂപയുടെ മെഡിസിൻ എടുത്തിട്ടും കാര്യത്തിന് ഒരു റിസൾട്ട് ഉണ്ടാകാത്ത സ്ഥിതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വ്യക്തി അട്ടപ്പാടി സെഗ്യോൻ ധ്യാന കേന്ദ്രത്തിൽ സാക്ഷ്യം പറയുന്നതിനിടയിൽ ആ വ്യക്തി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെ കുറിച്ച് ഈ സഹോദരൻ കേട്ടത്. പരിശുദ്ധാത്മാവ് ഇടപെട്ട് അത് ദൈവം ഇടപെടുന്ന നിമിഷമായി ദൈവം അങ്ങനെ രൂപാന്തരപ്പെടുത്തി. ഒരുപക്ഷെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഇവിടെ ദൈവമക്കള് സാക്ഷ്യങ്ങൾ പറയുന്ന സമയത്ത്, ടെസ്റ്റിമണി നൽകുന്ന സമയത്ത്, ആ ടെസ്റ്റിമണി നിമിഷങ്ങളിലായിരിക്കാം ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൽ നിന്റെ പ്രശ്നത്തിൽ കർത്താവ് ഇടപെടാൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. അവരുടെ പ്രതികൂലത്തിൽ ഈ പ്രാർത്ഥന അവരുടെ ജീവിതത്തിലേക്ക് ദൈവശക്തി കൊണ്ടുവരുന്നതിനുള്ള ഒരു കാരണമായി ദൈവം എടുത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് എനിക്ക് അത്യധികം പ്രിയപ്പെട്ടവനും കർത്താവിന്റെ വിശ്വസ്തനുമായ ഈ കാലഘട്ടത്തിൽ കർത്താവ് രാജ്യങ്ങളിലേക്ക് അപ്പോസ്തലനെ അയക്കുന്ന വലിയ കൃപയുടെ ശുശ്രൂഷകനായ എൻ്റെ പ്രിയപ്പെട്ട സോജി അച്ഛനോട് ഞാൻ സംസാരിച്ചപ്പോൾ അച്ഛനും ഒരുപാട് ഉൾക്കാഴ്ചകളും അനുഭവങ്ങളും കർത്താവ് പ്രദാനം ചെയ്തു.
ഞാൻ ഈ അവസരത്തിൽ സോജി അച്ഛനെ 1-2 ഉൾക്കാഴ്ചകൾ പങ്കുവെക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ഒരിക്കൽ UK-യിലുള്ള ജിത്തു എന്ന ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്ന് അവന്റെ ഒരു അനുഭവം എന്നോട് പങ്കുവെച്ച് ഞാൻ ഓർക്കുകയാണ്. അവന്റെ വിസയിൽ ചില പ്രത്യേക തടസ്സങ്ങൾ വന്ന് അവൻ ആകപ്പാടെ വിഷമിച്ച് നിരാശയിലേക്ക് പോകുന്ന കാലഘട്ടത്തിൽ, ഒരുപാട് മദ്യപാനത്തിലേക്കും ഒരുപാട് സങ്കടത്തിലേക്കും പോകുന്ന കാലഘട്ടത്തിൽ അവൻ അട്ടപ്പാടി സെഹിയോൻ ധ്യാനകേന്ദ്രത്തിലുള്ള ബഹുമാനപ്പെട്ട സാജു എലഞ്ഞിൽ അച്ഛനെ ഫോൺ വിളിച്ചു. അച്ഛൻ പറഞ്ഞു, നീ 7 ദിവസം 7 വിശ്വാസ പ്രമാണം എളിമയോടും വിനയത്തോടും കൂടെ ചൊല്ലുക, നിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചെറുപ്പക്കാരൻ വലിയ വിശ്വാസത്തോടുകൂടി 7 വിശ്വാസ പ്രമാണങ്ങൾ 7 ദിവസം തുടർച്ചയായിട്ട് ചൊല്ലുകയും 7-ാം ദിവസം തന്നെ അത്ഭുതകരമായി അവന്റെ വിസ തടസ്സങ്ങൾ മാറ്റി കർത്താവിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തടസ്സം മാറിയതിനേക്കാൾ അപ്പുറത്ത് ഈ ഒരു പ്രാർത്ഥനയിലൂടെ അവൻ പറയാണ്, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അവന്റെ ഉള്ളിലുണ്ടായിരുന്ന പല ബന്ധനങ്ങളും കെട്ടുകൾ അഴിഞ്ഞു മാറി. അവന്റെ മേലുണ്ടായിരുന്ന മദ്യപാനത്തിന്റെ കെട്ട് കർത്താവ് അഴിച്ചു കളഞ്ഞു. ഇന്ന് അവൻ എന്റെ കൂടെ ശക്തനായ സുവിശേഷ വേലക്കാരനായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വർഷം ഒക്ടോബർ മാസം മുതൽ അടുത്ത വർഷം നവംബർ മാസം വരെ കത്തോലിക്ക തിരുസഭ ഇയർ ഓഫ് ദ ഫെയ്ത്ത്, വിശ്വാസ വർഷമായിട്ട് ആഘോഷിക്കുകയാണ്. അതിനൊരുക്കമായി ബെനഡിക്ട് 16 മാർപ്പാപ്പ തയ്യാറാക്കിയിട്ടുള്ള മനോഹരമായ ഒരു അപ്പസ്തോലിക ലേഖനമാണ് പോർട്ട ഫിദൈ എന്ന് പറയുന്ന ഈ കൊച്ചു അപ്പസ്തോലിക ലേഖനം. ഇതിൽ മാർപ്പാപ്പ വളരെ ശക്തമായ ഭാഷയിൽ വിശ്വാസം ആവർത്തിച്ച് പ്രഖ്യാപിക്കണമെന്നും ആവർത്തിച്ച് ഉരുവിടണമെന്നുമുള്ള വലിയ സത്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിനുവേണ്ടി മാർപ്പാപ്പ വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളന്റെ ഒരു മനോഹരമായ ദർശനം ഈ അപ്പസ്തോലിക പ്രബോധനത്തിൽ നമുക്ക് വേണ്ടി പങ്കുവെക്കുകയാണ്. അവിടെ മാർപ്പാപ്പ പറയുന്ന ഇപ്രകാരമാണ്: സെന്റ് അഗസ്റ്റിൻ ദൈവജനത്തെ പഠിപ്പിച്ചു, വിശ്വാസ പ്രമാണം കാണാപ്പാഠം പഠിക്കുകയും വിശ്വാസ പ്രമാണം പല പ്രാവശ്യം ആവർത്തിക്കുകയും ചെയ്യണം. ഇങ്ങനെയാണ് സെന്റ് അഗസ്റ്റിൻ പറയുന്നത്: യു ഹാവ് ടു റീകോൾ ഇറ്റ് ഇൻ ദ പബ്ലിക് സ്ക്വയേഴ്സ് ആൻഡ് നോട്ട് ഫോർഗെറ്റ് ഇറ്റ് ഡ്യൂറിംഗ് മീൽസ്. Even when your body is asleep, you must watch over it with your hearts. നീ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലണം. നീ കിടക്കാൻ പോകുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലണം. നീ കിടന്നുറങ്ങുന്ന സമയത്ത് നിന്റെ ഹൃദയമിടിപ്പിന്റെ കൂടെ ഈ വിശ്വാസ പ്രമാണം ആവർത്തിച്ചുകൊണ്ടിരിക്കണം. അത്രയും പവർഫുൾ ആയിട്ടുള്ള പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം. അതുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ്, അത് കാണാപ്പാഠം പഠിച്ച് കുഞ്ഞു മുതലേ ഉരുവിട്ട് വിശ്വാസത്തിൽ അഭിഷേകം പ്രാപിക്കണം, വളർച്ച പ്രാപിക്കണം. ഈ ഇയർ ഓഫ് ഫെയ്ത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാർപ്പാപ്പ ബെനഡിക്ട് 16 മാർപ്പാപ്പ ശക്തമായ ഭാഷയിൽ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്: വിശ്വാസ പ്രമാണം അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഉള്ളിലുള്ള വിശ്വാസ അഭിഷേകം വർദ്ധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ഓരോ മേഖലകളിലും യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തി വരാൻ യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കണം. ഗാനരൂപത്തിൽ വിശ്വാസം പ്രഖ്യാപിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കുടുംബങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ. എല്ലാ സ്ഥാപനങ്ങളിലേക്ക് ദൈവകൃപ ഇറങ്ങുന്ന എല്ലാ കോമ്പൗണ്ടിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ തകരാൻ ഇപ്പോൾ ഈ പ്രാർത്ഥനയോട് ചേർന്ന് ഹൃദയം കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഹൃദയം കൊണ്ട് വിശ്വാസം പ്രഖ്യാപിച്ച് നമുക്ക് യേശുവിനെ ആരാധിക്കാം. സർവശക്തൻ താതനുമായിടുമേക ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ. ദൃശ്യാദൃശ്യങ്ങൾ സർവവും സൃഷ്ടിച്ചവൻ സൃഷ്ടാവിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ. ദൈവത്തിൻ്റെ ഏകാത്മജനല്ല സൃഷ്ടികൾക്കും മുമ്പുള്ളോരാദ്യ ജാതൻ, സർവയുഗങ്ങൾക്കും മുമ്പായി പിതാവിൽ നിന്നും ജാതനെന്ന സൃഷ്ടിക്കപ്പെട്ടിടാത്തോ ഏക കർത്താവാ ഈശോ മിശിഹായിൽ
ഉണ്ടെന്നും വിശ്വസിക്കുന്നു ഞങ്ങൾ. സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമവൻ താതനോടൊത്ത് സത്തയിലേകനുമാ സർവപ്രപഞ്ചത്തിൻ സംവിധായകനവനാ എല്ലാമെല്ലാം സൃഷ്ടിക്കപ്പെട്ടു. മർത്യകുലത്തിൻ രക്ഷയ്ക്കായി സദയം സ്വർലോകത്തിൽ നിന്നുമവൻ താണിറങ്ങി. ദിവ്യാത്മാവാ കന്യാമേരിയിൽ നിന്നും ഗാത്രമെടുത്തു മർത്യനായി ജനിച്ചു. പന്തിയോസ് പീലാത്തോസിൻ കാലം പീഡകളേറ്റു ശ്രീവായിൽ മരിച്ചു. തിരുലിഖിതം പോ കല്ലറയിൽ നിന്നവൻ മൂന്നാം നാൾ ഉദ്ധാനം ചെയ്തു. സ്വർലോകത്തിൽ ആരോഹിതനാ സ്ഥിതി ചെയ്യൂ. താതൻ തൻ വലമ്പാകെ മൃതരെയും ജീവിക്കുന്നവരെയും വിധി ചെയ്യുവാ വരുമവൻ വീണ്ടും. ജീവൻ നൽകും സത്യാത്മാവേഗം ദിവ്യാത്മാവിലും വിശ്വസിക്കുന്നു ഞങ്ങൾ. സാർവത്രികമാ ശൈകികമേകവുമാ തിരുസഭയിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ. പാപകടങ്ങൾ മോചിപ്പതിനായി നൽകിടുമേക മാമോദീസായും. മർത്യശരീരത്തിൽ ഉദ്ധാനവും അതുപോൽ നിത്യായുസ്സും പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ. സർവശക്തൻ താതനുമായിടുമേക ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ. വിശ്വസിക്കുന്നു ഞങ്ങൾ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ആത്മാവ്, വിശ്വാസം ഏറ്റുപറയാൻ സഹായിക്കുന്ന വിശ്വാസത്തിന്റെ ആത്മാവ് ഈ ദാസന്മാരുടെ മേൽ ഇപ്പോൾ നിറയട്ടെ. വിശ്വാസത്തിനെതിരായ എല്ലാ അരൂപികളെയും ശക്തികളെയും കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഇപ്പോൾ ചിന്ന ഭിന്നമാകട്ടെ. ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ, 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 ആമേൻ. ഓസ്തിയിൽ വാഴുമെന്റെ ദൈവമേ, വാഴുവാൻ വന്നു
ഹൃദയത്തിലും തുഷാരബിന്ദു പോലെ അനഘമാക്കണേ. തിന്മയാൽ മൂടുമെന്റെ മാനസം നാഥാരാധന നാഥാരാധന പാടാമാരാധന നിത്യം ആരാധന. ഈ നിമിഷങ്ങളിൽ ഓരോരുത്തരും താന്താങ്ങളുടെ എല്ലാ വേദനകളും യേശുവിലേക്ക് സമർപ്പിച്ച് കരഞ്ഞ് നിലവിളിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ അരികിൽ രോഗികളോ വലിയ വ്യഥകളോ വേദനയിലിരിക്കുന്നവരുണ്ടെങ്കിൽ കുടുംബാംഗങ്ങൾ ആ രോഗാവസ്ഥയുള്ളവരുടെ മേൽ കൈകൾ വെച്ച് യേശുവിന്റെ വലിയ സൗഖ്യം ഇപ്പോൾ വ്യാപരിക്കാൻ വേണ്ടി എളുപ്പപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കുടുംബങ്ങളെ അവിടുന്ന് ഇപ്പോൾ കടാക്ഷിക്കണമേ, രോഗികളെ സ്പർശിക്കണമേ, വേദനയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. കർത്താവെ, മനസ്സിടിഞ്ഞിരിക്കുന്നവര്, മനപ്രയാസത്തിൽപ്പെട്ട് ഉഴലുന്നവര്, മനോവിഷമങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവർ അങ്ങയുടെ അത്ഭുത സാന്നിധ്യത്താൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന.